നമ്മുടെ പറമ്പ് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് തന്നെ റബ്ബർ പാല് കന്നാസിൽ ഒഴിച്ച് കമ്പിയെ കെട്ടി താഴത്തേക്ക് ഇറക്കാൻ വേണ്ടി കമ്പി വലിച്ചു കെട്ടാൻ വേണ്ടിയുള്ള ടേൺ ബക്കിള് വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ തന്നെ ഒരെണ്ണമുണ്ടാക്കിയേക്കാന്ന് ഓർത്തു. ഇതുകൊണ്ടൊക്കെ ഞാൻ വാങ്ങിയത് 6 ഇഞ്ച് നീളത്തിലുള്ള 2 ബോൾട്ടുകളും പിന്നെ അതിന് പറ്റിയ 4 നെട്ടുകളും പിന്നെ എസിന്റെ ഷേപ്പിലുള്ള ഒരു ഹുക്കും അതും ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കമ്പി വലിച്ചു കെട്ടാനായതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ടേൺ ബക്കിൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെടുത്ത നെറ്റുകളിൽ നിന്ന് 2 നെറ്റുകൾ എടുത്തിട്ട് ഫ്ലാറ്റ് പീസിന്റെ ഇരുവശങ്ങളിലും വെച്ച് ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കണം. 2 നെറ്റുകളും നന്നായിട്ട് വെൽഡ് ചെയ്ത ശേഷം മറ്റേ ഫ്ലാറ്റ് പീസും നെറ്റിന്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മൾ കമ്പി വലിച്ചു കെട്ടുമ്പോൾ അത്യാവശ്യം നല്ല ലോഡ് വന്നുകൊണ്ട് തന്നെ ഇതൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്ത ശേഷം ഫ്ലാറ്റ് പീസിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള 2 നെറ്റുകളും ഓരോ ഫ്ലാറ്റ് പീസുകളുടെ എൻഡിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. ഈ നെറ്റുകൾ വെൽഡ് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്യണം. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ടേൺ ബക്കിളിന്റെ ഇരുവശങ്ങളിലും 2 ടൈപ്പ് ത്രെഡാണ്. പക്ഷേ നമ്മളെടുത്ത ബോൾട്ടിന്റെ സെയിം ടൈപ്പ് ത്രെഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ ബോൾട്ട് വെച്ച് വെൽഡ് ചെയ്ത ശേഷം വേറെ നെറ്റും ബോൾട്ടും ഇട്ട് ഇത് ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇരുവശങ്ങളിലേക്കും 2ആയിട്ട് കറങ്ങുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെയിം ടൈപ്പ് ത്രെഡ് ഉള്ള സൈസ് ബോൾട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഒരു സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് ലൂസ് ആയിക്കൊണ്ടിരിക്കും. ഈ നെട്ടും ബോൾട്ടും ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഫ്ലാറ്റ് പീസുകൾ രണ്ടും ലോക്ക് ചെയ്യുന്നത്. നമ്മൾ ആ 2 ഫ്ലാറ്റ് പീസുകളുടെയും എൻഡിൽ വെൽഡ് ചെയ്ത് വെച്ച നെട്ടുകൾ തമ്മിലാണ് ഇതുപോലെ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഓവർ ടൈറ്റ് ചെയ്യരുത്, കുറച്ച് ടൈറ്റ് ചെയ്താൽ മതി കറങ്ങാവുന്ന രീതിയിൽ. ഈ വെച്ചേക്കുന്ന നെട്ടും ബോൾട്ടും നമ്മൾ ടേൺ ബക്കിൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി നെട്ടും ബോൾട്ടും തമ്മിൽ പയ്യൊന്ന് വെൽഡിങ് ചെയ്ത് വെക്കണം. ഇത് വെൽഡ് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വെൽഡ് ചെയ്യണം. ഇതിലും നല്ല ലോഡ് വരുന്നതാണ്. ആദ്യം നമ്മൾ എടുത്തു വെച്ച 6 ഇഞ്ച് നീളത്തിലുള്ള 2 നെട്ടും ബോൾട്ടിലും വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഹുക്കിന്റെ പീസ് ഇതുപോലെ വെൽഡ് ചെയ്തെടുക്കണം. 2 ബോൾട്ടിലേക്കും ഇതുപോലെ വെൽഡ് ചെയ്ത ശേഷം നമ്മൾ സെറ്റ് ചെയ്തെടുത്ത ഫ്ലാറ്റ് പീസിന്റെ ഇരുവശങ്ങളിലുള്ള നെട്ടിലേക്ക് ആ ബോൾട്ടുകൾ കയറ്റിയെടുക്കണം. നമ്മൾ ആ സെന്ററിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നെട്ടും ബോൾട്ടും ഇട്ടുകൊണ്ട് തന്നെ ഒരു സൈഡ് ടൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് ലൂസ് ആവില്ല. രണ്ടും ഒരേ രീതിയിൽ തന്നെ നമുക്ക് തിരിക്കുമ്പോൾ ടൈറ്റ് ആയി വരും. ഈ ടേൺ ബക്കിൾ ഉപയോഗിച്ച് കമ്പി വലിച്ചു കെട്ടി ആ കമ്പിയൊക്കെ റബ്ബർ പാൽ ഇറക്കണതിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.